ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവിയിലും വേവിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 3-4 വിസിലിട്ട് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് 4 വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ മാറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു നെയ്യിൽ റവ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. നിങ്ങൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിലും റവ ഇതുപോലെ ഒന്ന് നെയ്യിലൊന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു നെയ്യുടെ ഫ്ലേവർ റവയിലേക്ക് നല്ലപോലെ ഇറങ്ങി വരികയുള്ളൂ. അപ്പോൾ ഇത് റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ ഒരു റവ ആ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. റവ ആയതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ പാലൊക്കെ ഒബ്സർവായിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും റവ നല്ലപോലെ ആ ഒരു പാലൊക്കെ ഒബ്സർവ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വരും. ഇതിപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3/4 കപ്പ് അളവിലാണ് ഉള്ളത്. ഞാനിപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആ റവയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് റവയായിട്ട് നന്നായിട്ട് യോജിച്ച് വരും. അപ്പോൾ ഇതുപോലെ റവയായിട്ട് നന്നായിട്ട് യോജിച്ച് അല്പം കട്ടിയായിട്ട് വരുന്നത് വരെയാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇതിപ്പോൾ അത്യാവശ്യം മധുരം മാത്രമേ കാണുകയുള്ളൂ. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞു ചേർന്ന് വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഞാനിത് കട്ടിയാകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് പാനിനൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഈ പാത്രം ഞാൻ നേരത്തെ തന്നെ നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലത്തെ സ്പാച്ചില ഉപയോഗിച്ചോ
അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവിയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്തെടുക്കാവൂ. ഞാനിത് റൂം ടെമ്പറേച്ചറിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് കമത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാവുക. അപ്പോൾ വളരെ നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവയും ക്യാരറ്റും ഉപയോഗിച്ചുള്ള ബർഫിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.